ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിൻ്റെ EVS ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാർക്ക് ക്രിസ്മസ് എക്സാം ആണ്. അപ്പോൾ ക്രിസ്മസ് എക്സാമിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1, ഗുഡ്നെസ് ഓഫ് ക്ലീൻലിനെസ്. അപ്പോൾ ക്ലീൻലിനെസ്സിനെ കുറിച്ചിട്ടാണ് ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത്. അതിലെ A ക്വസ്റ്റ്യൻ നോക്കാം. അനു ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ പ്രിപ്പയറിംഗ് എ ചാർട്ട് ഓൺ പേഴ്സണൽ ഹൈജീൻ ഫോർ സ്കൂൾ സയൻസ് ഫെയർ. അപ്പോൾ അനുവിൻ്റെ ഫ്രണ്ട്സും എന്ത് ചെയ്യാണ്, ഒരു പേഴ്സണൽ ഹൈജീൻ്റെ ഒരു ചാർട്ട് സ്കൂളിലത്തെ സയൻസ് ഫെയർ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്. കംപ്ലീറ്റ് ദ ചാർട്ട് ഇൻക്ലൂഡിങ് യുവർ സജഷൻസ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ സജഷൻസും കൂടെ കൂട്ടിയിട്ട് ആ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. ഗുഡ്നെസ് ഓഫ് ക്ലീൻലിനെസ്. അപ്പോൾ എന്താണ്, ക്ലീൻലിനെസ്സിന് കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരെണ്ണം തന്നിട്ടുണ്ട്. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്. ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ അതിന് ശേഷവും എന്ത് ചെയ്യണം, കൈ കഴുകണം. അപ്പോൾ ഇനി ബാക്കി 3 പോയിന്റ്സ് നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ നമുക്ക് എഴുതാം, ഇതന്നെ എഴുതണം നിർബന്ധമില്ല. നമുക്ക് എന്താ, ക്ലീൻലിനെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് പോയിന്റ്സ് വേണമെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് എന്തൊക്കെയാണ്, ടേക്ക് ബാത്ത് എവറി ഡേ, വിയർ ക്ലീൻ ഡ്രസ്, കട്ട് യുവർ നെയിൽസ്. എന്താണ്, എല്ലാ ദിവസവും കുളിക്കുക, അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സ് മാത്രം ധരിക്കുക, അതുപോലെ കട്ട് യുവർ നെയിൽസ് ഒക്കെ കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും 3 ക്ലീൻലിനെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ് ഇവിടെ എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് എന്താ, കിഡ്സ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പിക്ചർ കാണാനുണ്ട്. ഒരു കിഡ്സ് പാർക്കിന്റെ പിക്ചറാണ്. അപ്പോൾ അതിന്റെ എൻട്രൻസിൽ തന്നെ എന്താ കൊടുത്തിട്ടുള്ളത്, ഡു നോട്ട് ബേൺ ഓർ ത്രോ എവേ പ്ലാസ്റ്റിക് വേസ്റ്റ്. പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ത് ചെയ്യാൻ പാടില്ല, കത്തിക്കാനോ എറിയാനോ പാടില്ല. ഇനി അപ്പുറത്ത് ടൈമും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഡിഡ് യു നോട്ടീസ് ദ ബോർഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പാർക്ക്? എന്താണ്, പാർക്കിന്റെ മുന്നിലത്തെ ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അപ്പം നമ്മളിപ്പോൾ അത് വായിച്ചു. പ്ലാസ്റ്റിക് വേസ്റ്റ് ഷുഡ് നോട്ട് ബി ബേൺഡ് ഓർ ത്രോൺ എവേ. വൈ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കത്തിക്കാൻ പാടില്ല അല്ലെങ്കിൽ കളയാൻ പാടില്ല എന്ന് പറയുന്നത്? അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? ബേണിംഗ് പ്ലാസ്റ്റിക് ക്രിയേറ്റ് ഡേർട്ടി സ്മോക്ക്. അപ്പോൾ എന്താണ്, നമ്മൾ പ്ലാസ്റ്റിക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡേർട്ടി സ്മോക്കിനെ കാരണമാക്കും. അത് നമ്മുടെ എയറിനെ പൊല്യൂട്ടാക്കും. ത്രോയിങ് പ്ലാസ്റ്റിക് ഓൺ ദ ഗ്രൗണ്ട് ഹാംസ് ആനിമൽസ്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അത് ബാക്കിയുള്ള ആനിമൽസിന് എന്താണ്, അതൊരു ബുദ്ധിമുട്ടാണ്. അത് അവർ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പലതരം അസുഖങ്ങളും വരും. പ്ലാസ്റ്റിക് ഡു നോട്ട് റോട്ട് ഈസിലി. പ്ലാസ്റ്റിക് എന്ത് ചെയ്യില്ല, മണ്ണിൽ പെട്ടെന്ന് ലയിച്ച് ചേരില്ല. പൊല്യൂട്ട് ദ സോയിൽ. അങ്ങനെ എന്തിന് കാരണമാവും, സോയിലിനെ പൊല്യൂട്ട് ചെയ്യാൻ കാരണമാവും. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറയുന്നത് പ്ലാസ്റ്റിക് വലിച്ചെറിയാനോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കത്തിക്കാനോ പാടില്ല. ഇനി നമുക്ക് C ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഡിസീസ് സ്പ്രെഡ് ബൈ മോസ്കിറ്റോ. ഇതിൽ മോസ്കിറ്റോ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് ഏതാണ്? ജോണ്ടിസ്, കോളറ, എലഫന്റിയാസിസ്, ടൈഫോയിഡ്. ഏതാണ്? എലഫന്റിയാസിസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2 നോക്കാം. സോയിൽ കൺസർവേഷൻ. അപ്പോൾ എന്താണ്, ഒരു മണ്ണിരയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഐ ആം ഓൾവേസ് ഇൻ ദ സോയിൽ. ഞാൻ എപ്പോഴും എവിടെയാണ്, മണ്ണിലാണെന്ന് മണ്ണിര പറയാണ്. നമുക്ക് നോക്കാം. A ക്വസ്റ്റ്യൻ, ഹാവ് യു നോട്ടീസ്ഡ് വാട്ട് ദ എർത്ത് വേം സെഡ്? അപ്പോൾ എന്താണ് എർത്ത് വേം പറയുന്നത്? ഐ ആം ഓൾവേസ് ഇൻ ദ സോയിൽ. ഞാൻ എപ്പോഴും എവിടെയാണ്, സോയിലാണ്. നോട്ട് ഓൺലി എർത്ത് വേംസ് but also human beings and other creatures get benefits from the soil. അപ്പോൾ ഈ എർത്ത് വേമിന് മാത്രമല്ല, ഈ എർത്ത് വേമിൻ്റെ പോലെ ആർക്കാണ്, ഹ്യൂമൻ ബീയിങ്സ്, അതായത് മനുഷ്യന്മാർക്കും ബാക്കിയുള്ള ക്രിയേച്ചേഴ്സിനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സോയിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. വാട്ട് ആർ ദോസ് ബെനിഫിറ്റ്സ്? അപ്പോൾ ഈ മനുഷ്യന്മാർക്ക് ഈ സോയിൽ നിന്ന് കിട്ടുന്ന ഉപകാരങ്ങൾ എന്തൊക്കെയാണ്?
dwelling place of creatures എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി പോയിന്റ്സ് നമുക്ക് എന്തൊക്കെ എഴുതാം? soil helps plants to grow. അപ്പോൾ soil ആണ് എന്ത് ചെയ്യുന്നത്? പ്ലാന്റ്സിനെ വളരാൻ സഹായിക്കുന്നത്. soil holds water. നമ്മുടെ soil ആണ് വെള്ളത്തിനെ മണ്ണിൽ പിടിച്ചു നിർത്തുന്നത്. soil gives us food. soil നമുക്ക് എന്ത് തരുന്നുണ്ട്? ഒരുപാട് ഭക്ഷണം തരുന്നുണ്ട്. നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ സോയിലാണ് വെക്കുക, അങ്ങനെ നമുക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് തരുന്നുണ്ട്. ഇനി അടുത്തത് നോക്കൂ, പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ കൺസർവേഷൻ. അപ്പോൾ ഈ മണ്ണിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് പറയുന്ന രീതിയിലുള്ള പോസ്റ്റർ വേണം തയ്യാറാക്കാനായിട്ട്. ഓക്കെ, റെഡ്യൂസ് യൂസ് ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് കൺസർവ് ദ reduce the use of plastic and conserve the soil. അപ്പോൾ ഇവിടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സോയിൽ എന്ത് ചെയ്യുക? റെഡ്യൂസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക്, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? സോയിലിനെ കൺസേർവ് ചെയ്യുക. അപ്പോൾ ഇത് പോസ്റ്റർ ആണ്. പോസ്റ്റർ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം ഇത് എഴുതാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി 3, വെറൈറ്റീസ് ഓഫ് ഫുഡ്. ഫുഡിൻ്റെ വെറൈറ്റീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ആക്ടിവിറ്റി 3യിൽ. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ കുറച്ച് വെറൈറ്റീസ് ഓഫ് ഫുഡ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബീൻസ്, ടാപ്പിയോക്ക, പപ്പായ, എഗ്ഗ്, മുരിങ്ങ ലീഫ്, മിൽക്ക്, മാംഗോ, വീറ്റ്, യാം, പംകിൻ, കോൺ, ബംഗാൾ ഗ്രാം, ജാക്ക് ഫ്രൂട്ട് പറഞ്ഞിട്ട് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് തന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ അടിയിൽ എന്താ? ഒരു ടേബിളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ക്ലാസിഫൈ ചെയ്യണം. ഇതിൽ വെജിറ്റബിൾസ് ഏതൊക്കെയാണ്, ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്, സിറിയൽസ് ഏതൊക്കെയാണ്, പൾസസ് ഏതൊക്കെയാണ്, ട്യൂബേഴ്സ് ഏതാണ്, ഫുഡ് ഫ്രം ആനിമൽസ് ഏതൊക്കെ നമ്മൾ എഴുതണം. അപ്പോൾ ആദ്യം നമുക്ക് വെജിറ്റബിൾസ് എഴുതാം. അപ്പോൾ ഇതിൽ വെജിറ്റബിൾസ് ഒക്കെയാണ് ബീൻസ്, മുരിങ്ങ ലീഫ്, പംകിൻ. അപ്പോൾ നമ്മൾ എഴുതിയത് നമ്മൾ ടിക്ക് ഇട്ട് നമുക്ക് പെട്ടെന്ന് ഇനി ആരെങ്കിലും എഴുതാണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ എക്സാമിനും കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ക്ലാസിഫൈ ചെയ്തത് ടിക്ക് ഇട്ട് പോവുക. അപ്പോൾ ബീൻസ് ഇട്ടു, ദെൻ മുരിങ്ങ ലീഫ്, ദെൻ പംകിൻ. പംകിങ്ങയുടെ പംകിൻ. ഓക്കെ, അപ്പോൾ വെജിറ്റബിൾസ് ആയി. പിന്നെ ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? പപ്പായ ഒരു ഫ്രൂട്ടാണ്, പിന്നെ ജാക്ക് ഫ്രൂട്ട് ഒരു ഫ്രൂട്ടാണ്, മാംഗോ ഒരു ഫ്രൂട്ടാണ്. ദെൻ സിറിയൽസിൽ നമുക്ക് ആരൊക്കെ കൊടുക്കാം? വീറ്റ് ഒരു സിറിയലാണ്, റൈസ് ഒരു സിറിയലാണ്. റൈസ് ഇതിൽ തന്നിട്ടില്ല, റൈസ് ഒരു സിറിയലാണ്. ദെൻ പൾസസിൽ ആരൊക്കെ വരും? കോണ് വരും, ദെൻ ബംഗാൾ ഗ്രാമം വരും. കോണ് വരും, ബംഗാൾ ഗ്രാം വരും. ഇനി ട്യൂബേഴ്സിൽ ടാപ്പിയോക്ക, അതുപോലെ തന്നെ യാം വരും. ഇനി ഫുഡ് ഫ്രം ആനിമൽസ് ആരൊക്കെയാണ്? ഇനി എഗ്ഗും മിൽക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. സം സ്റ്റേറ്റ്മെന്റ്സ് ഓൺ അവർ ഫുഡ് ഹാബിറ്റ്സ് ആർ ഗിവൻ ബിലോ. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. വി ഷുഡ് ഈറ്റ് സെയിം കൈൻഡ് ഓഫ് ഫുഡ് എവറി ഡേ. നമ്മൾ എല്ലാ ദിവസവും ഒരേപോലത്തെ ഫുഡ് കഴിക്കണം. വി ഷുഡ് ഡ്രിങ്ക് 6 to 8 glasses of water a day. നമ്മൾ ഒരു ദിവസം 6 മുതൽ 8 ഗ്ലാസ് വെള്ളം വരെ കുടിക്കണം. ഈറ്റിംഗ് ലോട്ട്സ് ഓഫ് ഓയിലി ഫുഡ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. കുറേ ഓയിലി ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. there are cooked food and uncooked food. എന്താണ്? നമ്മളുടെ കയ്യിൽ കുക്ക് ചെയ്ത ഫുഡും ഉണ്ട്, അതുപോലെ തന്നെ അൺകുക്ക്ഡ് ഫുഡും ഉണ്ട്. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ്? 2ഉം 4ഉം ആണ്. സോ ഏതാണ് ശരി? 1 and 2, 2 and 4, 3 and 4 and 1 and 4. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? 2 and 4 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 4, ലെറ്റ്സ് ഈറ്റ് ഗുഡ് ഫുഡ്. അപ്പോൾ ആകാശം എന്തോ പറയുന്നുണ്ട്, നമുക്ക് നോക്കി നോക്കാം. പുട്ടു, കടല, കറി, സാലഡ്, മിൽക്ക് ആണ് അപ്പു പറയുന്നത്. അപ്പോൾ ആകാശം പറയുന്നത് എന്താ? ഫ്രൈഡ് ചിക്കൻ.
Appu and Akash are talking about the food they are ate in the morning. അപ്പോൾ അവർ രാവിലെ കഴിച്ച ഫുഡിനെ കുറിച്ചിട്ടാണ് അപ്പും അതുപോലെ തന്നെ ആകാശും പറയുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് ഫുഡ് ഐറ്റംസ് യൂസ്ഡ് ടു മേക്ക് ദീസ് ഡിഷസ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് വേണം? അപ്പോൾ ആദ്യം പുട്ടാണ്. പുട്ടുണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ വേണം? റൈസ് ഫ്ലോർ വേണം, ദെൻ കോക്കനട്ട്, നമ്മൾ തേങ്ങ ഇടും, പിന്നെ ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കും, പിന്നെ കുറച്ച് ഉപ്പിടും, സോൾട്ടും വേണം. ഇനി കടലക്കറിക്ക് ആവുമ്പോൾ ബംഗാൾ ഗ്രാമ്പ് വേണം, ഒനിയൻ വേണം, ടൊമാറ്റോ വേണം, കോക്കനട്ട് വേണം, പിന്നെ കുറച്ച് സ്പൈസസും വേണം. ദെൻ സാലഡ് ആവുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കുക, കുക്കുംബർ, ടൊമാറ്റോ, ക്യാരറ്റ് അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടുക, ദെൻ സോൾട്ട്, ലെമൺ. ഇനി പൊറോട്ട ആവുമ്പോൾ മൈദ, വാട്ടർ, സോൾട്ട്, ദെൻ ഓയിൽ അല്ലെങ്കിൽ ഗീ, ഓയിൽ ഓർ ഗീ. ദെൻ ഫ്രൈഡ് ചിക്കൻ ആവുമ്പോൾ ചിക്കന്, ഫ്ലോറ്, സ്പൈസസ്, ഓയിലൊക്കെ ആവശ്യമാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഹൂ ഈറ്റ്സ് ദ ഹെൽത്തി ഫുഡ്? അപ്പു ഓർ ആകാശ്? അപ്പോൾ അപ്പു കഴിച്ചത് കടലക്കറി സാധനങ്ങളൊക്കെയാണ്, ആകാശ് പൊറോട്ടയും ഫ്രൈഡ് ചിക്കനുമാണ്. അപ്പോൾ ആരാണ് ഇതിൽ ഹെൽത്തി ഫുഡ് കഴിച്ചത്? അപ്പു ആണ് ഹെൽത്തി ഫുഡ് കഴിച്ചത്. അപ്പു ഈറ്റ്സ് healthy food because he eats puttu, kadalakari, salad and milk. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ഹെൽത്തി ആവുന്നത്? These are healthy food because they give us energy. അത് നമുക്ക് എന്ത് തരുന്നുണ്ട്? നമുക്ക് എനർജി തരുന്നുണ്ട്, പ്രോട്ടീൻ തരുന്നുണ്ട്, വൈറ്റമിൻസ് തരുന്നുണ്ട്, അങ്ങനെ നമ്മുടെ ബോഡിയെ സ്ട്രോങ് ആക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പൂൻ്റെ ഫുഡാണ് ഹെൽത്തി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ആക്ടിവിറ്റി 5 നോക്കാം. ക്ലീൻ സറൗണ്ടിങ്സ്. Below are the pictures of waste materials collected by children while cleaning the school surroundings on Gandhi Jayanti. അപ്പോൾ ഗാന്ധി ജയന്തിക്ക് കുട്ടികൾ എന്ത് ചെയ്തു? സ്കൂളിൻ്റെ കോമ്പൗണ്ട് ഒക്കെ വൃത്തിയാക്കുമ്പോൾ അവർക്ക് കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് കിട്ടി. എന്തൊക്കെയാണ്? പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ബനാന പീല്, ഫുഡ് വേസ്റ്റ്, ഡാമേജ്ഡ് ബാറ്ററീസ്, പ്ലാസ്റ്റിക് കവേഴ്സ്, ഡാമേജ്ഡ് കീബോർഡ് ഒക്കെ അവർക്ക് കിട്ടി. നമ്മുടെ ആക്ടിവിറ്റി നോക്കാം. ലേബൽ ദ ബിൻസ് ആൻഡ് സോർട്ട് ദ വേസ്റ്റ് മെറ്റീരിയൽ സ്യൂട്ടബിളി. അപ്പോൾ ഒന്നിൽ ഹസാർഡസ് വേസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി രണ്ടെണ്ണത്തിൽ എന്തൊക്കെയാണ് വരിക? ഓർഗാനിക് വേസ്റ്റും ദെൻ ഇനോർഗാനിക് വേസ്റ്റും. ഓക്കെ, അപ്പോൾ ഓർഗാനിക് വേസ്റ്റിൻ്റെ അടിയിൽ എന്താണ്? ബനാന പീല്, ഫുഡ് വേസ്റ്റ് ഒക്കെ ഓർഗാനിക് വേസ്റ്റിൻ്റെ അടിയിൽ വരും. ദെൻ ഇനോർഗാനിക് ആവുമ്പോൾ മണ്ണിൽ ലയിക്കാത്തത് ഏതൊക്കെയാണ്? പ്ലാസ്റ്റിക് കവേഴ്സ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ വരും. ദെൻ ഹസാർഡസ് വേസ്റ്റ് ആവുമ്പോൾ എന്താണ്? ഈ ഡാമേജ്ഡ് ബാറ്ററീസ്, ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് അങ്ങനത്തൊക്കെയാണ് വരിക. അപ്പോൾ ഇതിൽ ഡാമേജ്ഡ് ബാറ്ററീസും ഡാമേജ്ഡ് കീബോർഡും വരും. ഓക്കെ, put a tick mark against the correct statements on clean surrounding. സറൗണ്ടിങ്ങിനെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടിക്ക് ചെയ്യുക. വേസ്റ്റ് ഈസ് നോട്ട് പൈൽഡ് അപ്പ്, വേസ്റ്റ് വാട്ടർ ഈസ് അക്യുമുലേറ്റഡ്, പ്ലാസ്റ്റിക് വേസ്റ്റ് ഈസ് സ്കാറ്റേർഡ് അറൗണ്ട്, പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഈസ് അറേഞ്ച്ഡ്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? വേസ്റ്റ് ഈസ് നോട്ട് പിൽഡ് അപ്പ്. ഓക്കെ, then activity 6, water and soil. Complete the concept map with the use of water. അപ്പോൾ വെള്ളത്തിൻ്റെ ഉപയോഗമാണ് എഴുതേണ്ടത്. ആനിമൽസ് ബാത്ത് ഇൻ വാട്ടർ ഒന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ എഴുതാം? ഡ്രിങ്കിങ്, കുടിക്കാൻ വേണ്ടി വെള്ളം ഉപയോഗിക്കുന്നുണ്ട്, ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ക്ലോത്ത്സ് വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബാത്തിങ്ങിനും വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ദിശ കളക്റ്റഡ് സം ഡ്രൈ ക്ലംസ് ഓഫ് സോയിൽ ഫ്രം ഹർ ഗാർഡൻ. ദിശ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ദിശയുടെ ഗാർഡനിൽ നിന്നിട്ട് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയിട്ടുള്ള മണ്ണെടുത്തു. ബബിൾസ് കെയിം ഔട്ട് വെൻ ഷീ പുട്ട് ഇറ്റ് ഇൻ എ ഗ്ലാസ് ഓഫ് വാട്ടർ. അപ്പോൾ ഒരു വെള്ളത്തിലേക്ക് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇതിട്ടപ്പോൾ ബബിൾസ് വന്നു. എന്തുകൊണ്ടാണ്? ബബിൾസ് കെയിം ഔട്ട് ബിക്കോസ് എയർ വാസ് ട്രാപ്ഡ് ഇൻസൈഡ് ദ സോയിൽ. ആ സോയിലിൻ്റെ ഉള്ളിൽ എയർ ട്രാപ്പ് ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് ബബിൾസ് വന്നത്.
Which of the below soils type is used for making? ഓരോ മോഡൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താഴെയുള്ള ഏത് സോയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ക്ലേയും സാൻഡും. ഏതാണ്? ക്ലേ ആണ്. അപ്പോൾ ക്ലേ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.